ചക്കയുടെയും ജാതിക്കയുടെയും നെല്ലിക്കയുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രദർശനം ആണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ജാക്ക് പ്രൊമോഷൻ ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് വിജയകുമാറാണ്. പത്തനംതിട്ട സ്വദേശിയാണ്. ഞങ്ങളിപ്പോ വെച്ചിരിക്കുന്നത് ചക്കയുടെ, ജാതിക്കയുടെ, നെല്ലിക്കയുടെ നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ്. അതേപോലെ ഇത് വന്നിട്ട് ചക്കയുടെ പുട്ടുപൊടിയാണ്, ചക്ക പുട്ടുപൊടി. ഇത് നമ്മൾ പുട്ടുണ്ടാക്കുന്ന, സാധാരണ പുട്ടുണ്ടാക്കുന്ന പുട്ടുണ്ടാക്കാം. ഇത് ഷുഗറുകാർ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആണ്. അതേപോലെ തന്നെ ഇത് ചക്ക കൊണ്ടുള്ള ജാമാണ്, ചക്കയിൽ നിന്ന് എടുക്കുന്ന ജാമ്. അതേപോലെ ഇത് ചക്കയുടെ പൗഡർ, ചക്കപ്പൊടി. ഇത് ക്യാൻസർ രോഗികൾക്കൊക്കെ കഴിക്കാനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ നല്ലതാണ്. ഇത് നമ്മളുടെ പേരിൽ ഏത് ഭക്ഷണം ഉണ്ടാക്കുന്നു ആ ഭക്ഷണത്തിലൊക്കെ നമുക്ക് ഇത് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അതുപോലെ പാലിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇത് നെല്ലിക്കയുടെ, ഇത് തേനിലിട്ടിരിക്കുന്ന നെല്ലിക്കയാണ്, തേൻ നെല്ലിക്ക എന്ന് പറയും. അതേപോലെ തന്നെ ഇത് കൂവപ്പൊടിയാണ്, കൂവയുടെ പൗഡറാണ്. ഇപ്പൊ തന്നെ ഇത് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരാളെ കൂവപ്പൊടി. ഇത് വൈറസ് സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ്, കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണ്. അതേപോലെ തന്നെ ഇത് ചക്ക വരട്ടി എന്ന് പറയും. പണ്ട് കാലങ്ങളിൽ ചക്ക ആദ്യമായിട്ട് കിട്ടുമ്പോൾ ഇത് ചക്കയും നെയ്യും ശർക്കരയും മാത്രം ചേർത്ത് വരട്ടി ഇത് ഭരണിയിട്ട് സൂക്ഷിച്ചു വെക്കും. 1-2 വർഷം വരെയൊക്കെ കേടാവാതിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. അതേപോലെ ഇത് ചക്കയുടെ ചമ്മന്തിപ്പൊടിയാണ്, ചക്ക കൊണ്ടുള്ള ചമ്മന്തിപ്പൊടി. ഇത് ചക്കയിൽ നിന്ന് എടുക്കുന്ന കേക്കാണ്, ചക്ക കൊണ്ടുള്ള കേക്ക്. ഇത് ചക്ക സ്ക്വാഷ് ആണ്. ഇത് ഒരു മൾട്ടിപർപ്പസ് ആണ്. ഇത് നമുക്ക് 2 സ്പൂൺ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് സ്ക്വാഷ് ആയിട്ട് ഉപയോഗിക്കാം. അതേപോലെ അട ഉണ്ടാക്കണമെങ്കിൽ അട ഉണ്ടാക്കുന്ന മാവിൽ മിക്സ് ചെയ്ത് അട ഉണ്ടാക്കാം. പ്രഥമൻ വെക്കുവാണെങ്കിൽ അതിൽ ചേർത്ത ടേസ്റ്റ് കൂടും. ഐസ്ക്രീം ഉണ്ടാക്കാം, പായസം ഉണ്ടാക്കാം, അങ്ങനെ എല്ലാത്തിനും ഉപയോഗിക്കാവുന്നതാണ് ചക്ക സ്ക്വാഷ്. ഇതാണ് ഒരു വെറൈറ്റി ഐറ്റം, ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് ഇത്. നെല്ലിക്ക കാന്താരി എന്ന് പറയും. നെല്ലിക്കയും കാന്താരി കൂടെ ചേർത്തിട്ടുള്ള ഹെൽത്ത് ഡ്രിങ്ക് ആണ്. ഈ 1 ഗ്ലാസ് വെള്ളത്തിൽ 2 സ്പൂൺ ഡൈലൂട്ട് ചെയ്ത് കഴിക്കാനും ഷുഗർ കൊളസ്ട്രോൾ കൺട്രോൾ ആവാൻ ഏറ്റവും ബെസ്റ്റ് ആണ്. ഇത് നറുനീണ്ടി എന്ന് പറയും, നറുനീണ്ടി, നന്നാരി എന്നും പറയും, നറുനീണ്ടി എന്ന് പറയും. ഇത് നമ്മുടെ രക്തശുദ്ധിക്ക് ഏറ്റവും ബെസ്റ്റ് ആണ്. ഇത് നാരങ്ങ വെള്ളത്തിൽ സോഡയിലൊക്കെ ചേർത്ത് കഴിക്കാൻ ഏറ്റവും നല്ലതാണ്. അതുപോലെ ഇത് ജാതിക്കയുടെ സ്ക്വാഷ്. ഇതൊന്നും കടകളിൽ അങ്ങനെ അവൈലബിൾ അല്ല. അപ്പൊ നമ്മളെ കോൺടാക്ട് ചെയ്താണ്, നമ്മൾ എത്ര ദൂരെയാണ് നമ്മളിത് കൊറിയർ ചെയ്ത് കൊടുക്കും. ജാതിക്കയുടെ സ്ക്വാഷ് ആണിത്. ഇത് വയറുവേദനയ്ക്കോ ഗ്യാസ് ട്രബിളിനോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ജാതിക്കയുടെ സ്ക്വാഷ്. അതേപോലെ ഇതും വേറൊരു വെറൈറ്റി ഐറ്റമാണ്, ജാതിക്കയുടെ ക്യാൻഡിയാണ്. ജാതിക്ക തേനിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് ജാതിക്ക ക്യാൻഡി എന്ന് പറയും. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് തേനുണ്ട്, തേനിന്റെ ഉൽപ്പന്നങ്ങളുണ്ട്. പാഷൻ ഫ്രൂട്ടിന്റെ സ്ക്വാഷ് ഉണ്ട്. നമ്മളുടെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ നിർമ്മാണം നടത്തുന്നത് അതിരപ്പള്ളി, ചാലക്കുടി അതിരപ്പള്ളിയിലുള്ള എക്സ് സർവീസ് സൊസൈറ്റി ഉണ്ട്. അവിടെ നിന്നാണ് ഇതിന്റെ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഇത് വിതരണം ചെയ്യുന്നതും ഇതിന്റെ പ്രൊമോഷനും ചെയ്യുന്നത് പത്തനംതിട്ടയിലുള്ള ജാക്ക്ഫ്രൂട്ട് പ്രൊമോഷൻ ഫെഡറേഷൻ എന്നുള്ള സംഘടനയാണ്.